റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ച SIT. പോറ്റിയും ശ്രീകൃഷ്ണനും ഫോണിൽ സംസാരിച്ചു. പോറ്റിയുടെ CDR രേഖകളിൽ ശ്രീകൃഷ്ണന്റെ നമ്പറുണ്ട്. ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT. ഹരിമോഹൻ നമുക്കൊപ്പം എത്തുകയാണ്. ഹരിമോഹൻ, ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് SITക്ക് ഇപ്പോൾ കിട്ടുന്ന ലീഡ് എന്താണ്? തുജയ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്, അല്ലെങ്കിൽ പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ശ്രീകൃഷ്ണനാണ് എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ശ്രീകൃഷ്ണന്റെ വിരുദനഗറിലെ വീട്ടിലെത്തിക്കൊണ്ട് ഒരു പ്രാഥമിക വിവരശേഖരണം SIT നടത്തുകയുമുണ്ടായി. പക്ഷേ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശ്രീകൃഷ്ണൻ നിഷേധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സമാന്തരമായി തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ SIT ശേഖരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പ്രവാസി വ്യവസായി പറഞ്ഞ മൊഴി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പിന്നീട് പോറ്റിയും ഡി മണിയുമായുള്ള ബന്ധത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോറ്റിയുടെ CDR ഒക്കെ നേരത്തെ തന്നെ SITയുടെ പക്കലുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ നമ്പറും ശേഖരിച്ചു. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഒന്നിലധികം തവണ, അതായത് പല സമയങ്ങളിലായി പല വർഷങ്ങളിലായി തന്നെ 19, 20, 21 കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീകൃഷ്ണനും തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നതിന്റെ തെളിവുകൾ ആ CDR രേഖകളിൽ ഉണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതിനർത്ഥം ശ്രീകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള പ്രവാസി വ്യവസായിയുടെ മൊഴി ശരിവെക്കുന്നു എന്നുള്ളതാണ് SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനമായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. അതിനർത്ഥം ഈ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്. അതിന് ഡി മണിയിലേക്ക് കൂടി, അതായത് ഡി മണിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കൂടി അത് എത്തിക്കഴിഞ്ഞാൽ ആ അന്വേഷണത്തിലെ ഏറ്റവും നിർണായക ഘട്ടമായിരിക്കും എന്നുള്ളതാണ് SIT കരുതുന്നത്. അതായത് ശ്രീകൃഷ്ണനാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇക്കാര്യം സംസാരിക്കുകയും പിന്നീട് ഡി മണിയെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇവർ തമ്മിൽ ഒരു കച്ചവട ബന്ധം ഉണ്ടാവുകയും പിന്നീടാണ് ഈ പറയുന്ന ഡി മണിയും പ്രവാസി വ്യവസായിയും തമ്മിൽ പരിചയപ്പെടുന്നതും ഇവർ തമ്മിൽ ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അതാണ് മൊഴിയിലുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ്, അന്വേഷണത്തിലാണ് ഈ ശ്രീകൃഷ്ണനും പോറ്റിയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ ഇപ്പോൾ SITക്ക് സാധിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡി മണിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ശ്രീകൃഷ്ണനെ കൂടി വിളിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ടുപേരെയും ഒരുമിച്ച് വിളിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. അതേസമയം തന്നെ ശ്രീകൃഷ്ണന്റെ ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇയാൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ്, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് എന്നുള്ളതാണ് SITക്ക് ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഡി മണിയുടെ ഇടപാടുകൾ ഇയാളാണോ കൈകാര്യം ചെയ്യുന്നത്, ഡി മണിക്ക് വേണ്ടി പല ബിനാമി ഇടപാടുകളും നടത്തുന്നത് ശ്രീകൃഷ്ണനാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ SITക്കുണ്ട്. അതിന്റെ ചില പരിശോധനകളൊക്കെ തന്നെ നടക്കുകയാണ്. ഇന്നലെ വിരുദനഗറിൽ ചില പരിശോധനകൾ SIT പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനിപ്പോൾ ഇന്നും നാളെയും ഒക്കെയായി SIT സംഘം, ബാക്കിയുള്ള SIT സംഘം അവിടെ വിരുദനഗറിൽ എത്തിക്കൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീകൃഷ്ണന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ക്ലീൻ അല്ല എന്ന് തന്നെ SIT പറയുന്നുണ്ട്. പോറ്റിയുമായുള്ള ബന്ധത്തിന് അപ്പുറത്തേക്ക് നേരത്തെ ഇറിഡിയം കേസിലൊക്കെ തന്നെ ശ്രീകൃഷ്ണൻ പ്രതിയായിരുന്നു. മറ്റു പല കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. ഇയാൾക്ക് ഈ ഡി മണിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇയാളുടെ വരുമാന സ്രോതസ്സും വലിയ രീതിയിലുള്ള സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഇന്നലെ സംസാരിച്ച മണി മറ്റൊരു ഫോൺ നമ്പറാണ് താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ആളുകളിലേക്ക് SIT എത്തിച്ചേരുകയാണോ? ഇനി ദിവസങ്ങൾ വളരെ കുറച്ചു മാത്രമാണുള്ളത്. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയമാണ്.